നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ഋഷിപ്രോക്തം ചാനൽ നിങ്ങൾ ഏവരും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ചാനലാണ് ഋഷിപ്രോക്തം. ആ ചാനൽ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ക്ഷേത്രവിശേഷങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ അതിപ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. മംഗല്യ സൗഭാഗ്യമേകുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെയാണ് ഇന്നത്തെ ക്ഷേത്രത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ക്ഷേത്രവിശേഷത്തിലേക്ക് കടക്കാം. എറണാകുളത്ത് കാലടിക്ക് സമീപമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവപാർവതിമാർ അഭിമുഖരായി ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വർഷത്തിൽ 12 ദിവസം മാത്രമേ ഇവിടെ ദേവിയുടെ നട തുറക്കുകയുള്ളൂ. മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പ്രശസ്ത നമ്പൂതിരി ഗൃഹങ്ങളിൽ ഒന്നായ അകവൂർ മനയുടെ മൂലസ്ഥാനം തൃശൂരിലെ ഐരാണിക്കുളം ഗ്രാമത്തിലാണ്. ഒരിക്കൽ ഐരാണിക്കുളത്തെ രാജാവുമായി അകവൂർ കുടുംബത്തിന് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായി. തുടർന്ന് ഗ്രാമത്തിൽ നിന്ന് താമസം മാറ്റാൻ അവർ നിർബന്ധിതരായി. മനയിലെ അംഗങ്ങൾ കാലടിക്കടുത്ത് പെരിയാറിന്റെ തീരത്ത് വെള്ളാപ്പള്ളി ഗ്രാമത്തിൽ സ്ഥിരതാമസം തുടങ്ങി. എങ്കിലും അകവൂർ മനയ്ക്കലെ കാരണവർ തന്റെ പതിവ് ദർശനം മുടക്കിയത് മൂലം വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഒരു ദിവസം പുഴക്കടവിൽ കുളിക്കാൻ പോയ സ്ത്രീകൾ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാൻ ഇടയായി. ഇക്കാര്യം അറിഞ്ഞ് അലിവ് തോന്നിയ നമ്പൂതിരി കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുകയും ചാത്തൻ എന്ന് പേരിടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യമുള്ള പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പിറന്ന കുഞ്ഞായിരുന്നു അത്. ചാത്തന് പല അത്ഭുത സിദ്ധികളും ഉണ്ടായിരുന്നു. ഐരാണിക്കുളത്തേക്ക് ചെന്ന് തൊഴുന്നതിനുള്ള പ്രയാസം മൂലം നമ്പൂതിരി അനുഭവിക്കുന്ന വിഷമം ചാത്തൻ മനസ്സിലാക്കി. പോംവഴിയായി മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കരിങ്കൽ തോണി ഉണ്ടാക്കി. ചാത്തന്റെ നിർദ്ദേശപ്രകാരം നമ്പൂതിരി തോണിയിൽ കയറി ഐരാണിക്കുളത്തപ്പനെ ദർശിക്കാൻ തിരിച്ചു. അത്തരത്തിൽ യാത്രകൾ പതിവായെങ്കിലും കുറെ കാലം കഴിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിന്റെ വിഷമത മൂലം യാത്ര വീണ്ടും തടസ്സപ്പെട്ടു. ഒരു ദിവസം മനമുരുകി പ്രാർത്ഥിച്ച ശേഷം നമ്പൂതിരി തന്റെ ഓലക്കുടയെ എടുത്തപ്പോൾ പതിവിലധികം ഭാരം അതിന് തോന്നി. ചാത്തനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാം നല്ലതിനാണ് എന്നാണ് നമ്പൂതിരിയെ ആശ്വസിപ്പിച്ച് ചാത്തൻ പറഞ്ഞത്. ആ യാത്രക്കിടയിൽ അകവൂർ മനയ്ക്ക് കുറച്ചു മുമ്പായി നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം തോണി കരക്കടുപ്പിച്ചു. നമ്പൂതിരിയുടെ മൂത്രശങ്ക മാറ്റാനായിരുന്നു അത്. തന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വീണ്ടും കുടയെടുത്തപ്പോൾ കുടയുടെ ഭാരം വല്ലാതെ കുറഞ്ഞതായി അനുഭവപ്പെട്ടു. ചാത്തന്റെ ചുണ്ടിൽ പുഞ്ചിരി പരന്നു. അകവൂർ മനയുടെ കടവിലെത്തിയപ്പോൾ കരയോട് ചേർന്ന് കെട്ടാതെ തോണിയെ കമിഴ്ത്തിയിടുകയും ചെയ്തു. ഇനി ഐരാണിക്കുളത്തേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും മഹാദേവൻ നമ്പൂതിരിക്കൊപ്പം പോന്നിട്ടുണ്ടെന്നും ചാത്തൻ പറഞ്ഞപ്പോൾ നമ്പൂതിരി ആനന്ദിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. കുടയിലേറിപ്പോന്ന മഹാദേവൻ അവിടെ നിന്ന് ഭൂമിക്കടിയിലൂടെ ക്ഷേത്ര കിണറുള്ള സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് ശ്രീകോവിലിൽ സ്ഥാനത്ത് സ്വയംഭൂവായി ആവിർഭവിക്കുകയും ചെയ്തു. ഐരാണിക്കുളത്ത് നിന്നും തിരിഞ്ഞു പോന്നത് കൊണ്ട് തിരു ഐരാണിക്കുളം എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെട്ടു. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. ധനുമാസത്തിലാണ് ഇത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വരുന്നത് എല്ലാ വർഷവും. മഹാദേവന് നിവേദ്യം പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് വിശ്വാസം. ശാന്തിക്കാരൻ നിവേദ്യങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് തിരികെ പോവുകയാണ് പതിവ്. പൂജാ സമയത്തിനു മുമ്പ് തിടപ്പള്ളിയിൽ ചെന്ന് നോക്കരുതെന്നാണ് ആചാരം. ഒരിക്കൽ കാരണവരായ അകവൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിന്റെ രഹസ്യം അറിയാൻ ആകാംക്ഷ തോന്നി. പൂജാ സമയത്തിനു മുമ്പ് മെല്ലെ ചെന്ന് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവി മഹാദേവന് നിവേദ്യം തയ്യാറാക്കുന്നത് കണ്ടു. ഭയവും ഭക്തിയും ഒരേ സമയം കാരണവരുടെ മനസ്സിനെ സ്വാധീനിച്ചപ്പോൾ അമ്മേ ജഗദംബികേ എന്ന് ഉറക്കെ വിളിച്ചുപോയി. ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി കുപിതയായി. ക്ഷേത്രത്തിൽ ഇനി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ദേവിയുടെ വാക്കുകൾ കേട്ട് നമ്പൂതിരി ദേവിയുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് മാപ്പിരുന്നു. നമ്പൂതിരിയുടെ ക്ഷമാപണം കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു. ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ദർശനം നൽകാമെന്നും ഈ ദിവസങ്ങളിൽ ദർശിക്കുന്നവർക്ക് മംഗല്യവും ദീർഘമാംഗല്യവും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നും കൽപ്പിച്ചു കൊടുത്തു. മറ്റു നാടുകളിൽ നട അടഞ്ഞു കിടന്നാലും ഭക്തർക്ക് അഭയവും അനുഗ്രഹവും ഏകാൻ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ദേവി പറഞ്ഞത്.
ഈ സംഭവത്തിന് ശേഷമാണ് പാർവതി ദേവിയുടെ തിരുനട 12 ദിവസം മാത്രം തുറക്കാൻ തുടങ്ങിയത്. എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. ഉത്സവത്തിന് 2 ദിവസം മുമ്പ് ദ്രവ്യകലശത്തിന് തുടക്കം കുറിക്കും. തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ അതേ ദിവസം തന്നെയാണ് ഇവിടെയും ആറാട്ട്. എല്ലാവർക്കും ഒരുപക്ഷെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. എന്നാൽ ദേവിയുടെ ഈ നിവേദ്യം കൊണ്ടുള്ള പ്രത്യേകതയെയും അകവൂർ ചാത്തനവും ഈ ക്ഷേത്രവുമായിട്ടുള്ള വിശേഷവും നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഇനിയും പങ്കുവയ്ക്കാം. ക്ഷേത്ര വിശേഷങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.